Celluloid Film Magazine. ചേട്ടാ എന്താണ് ഇപ്പൊ കത്തിരാകലാണോ? ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനകത്തുള്ള പ്രത്യേകിച്ചുള്ള സാധനമാണ്. ഓരോ കടകളിൽ ചെന്നിട്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അമ്മാ അയ്യാ കത്തിരായണമാ. സിനിമാ അഭിനയൊക്കെ നിർത്തിയോ? സിനിമ അഭിനയം നിർത്തിയിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിലൊരു സൈഡ് വഴി ഇതും കൂടെ കൊണ്ടുപോകാമല്ലോ. ഇതായാലും വരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് 2 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതും ഇതൊരു കൂട്ടത്തിലൊരു രസമല്ലേ. ഇത് സത്യത്തിലൊരു ഞാൻ ചാണ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പ്രൊമോഷനാണ്. ആ പ്രൊമോഷനിൽ കൂടി ഈ ഇവിടെയുള്ള നിൽക്കുന്ന പല ആൾക്കാർക്കും ഈ കത്തി എന്താണ് അല്ലെങ്കിൽ ചാണ എന്താണെന്ന് അറിയില്ല, മനസ്സിലായില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുകയും അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കാണ്. അല്ല ഇപ്പം മനസ്സിലായി, ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ ചാണ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ഈ പടത്തിൻ്റെ യഥാർത്ഥ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത് ചാണയാണ് ഈ പടത്തിലെ ഹീറോ. അത് പടം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചാണ ഈ പടത്തിലെ ഹീറോ എന്ന് നിങ്ങൾ വിചാരിക്കും. യെസ്, ഹീസ് ദി ഹീറോ. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതാണ് ഈ പടത്തിൻ്റെ ഒരു വ്യത്യാസം. അത് എന്താ എന്താണ് കഥാപാത്രം? എന്താണ്? എൻ്റെ കഥാപാത്രം കനകരാജ് എന്നും പറഞ്ഞൊരു തമിഴ് കഥാപാത്രമാണ്. അപ്പോൾ ആ കനകരാജിൻ്റെ അതിനകത്തൊരു പാട്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. 4 വരി പാടാം. ഒത്തയടിപ്പാതയിലേ നിത്തമെன்று തേടുതടി സുത്തമടി പാർവയിലേ വെത്തല പോൽ വാടുതടി ഒത്തയടിപ്പാതയിലേ നിത്തമെன்று തേടുതടി സുത്തമടി പാർവയിലേ വെത്തല പോൽ വാടുതടി.
என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க என்னம்மா பார்க்கிறாங்க கண்ணம்மா போகிறாங்க முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன் முத்தம்மா நீ கொடுத்த வைரங்கள் நான் எடுத்தேன் ஒத்தையடி பாதையிலே தித்தமென்று தேடுதடி சுத்தமடி பாவையிலே வெத்தல போடுதடி. അയ്യോ രഘുചേട്ടാ അടിപൊളിയായി അടിപൊളിയായിട്ടുണ്ട്. வாங்க கிடைச்சாச்சா சொந்த ஊருங்க இங்கே சரி. പാട്ടിന്റെ പിന്നിലുള്ളത് എന്താണ്? പാട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ സബ്ജക്റ്റും ഉണ്ട്. അതായത് സബ്ജക്റ്റ് മൊത്തം ഈ പാട്ടിൽ കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ അതിനകത്ത് കിട്ടും. അതൊരു ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഒരു സെൻറ്റിമെൻസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. കാരണം എനിക്ക് അതുപോലെ അഭിനയിക്കാൻ ഒരു ചാൻസ് മറ്റുള്ള ഡയറക്ടേഴ്സ് തരുന്നില്ല. അപ്പം ഞാൻ തന്നെ കണ്ടെടുത്ത ഒരു സബ്ജക്റ്റ് ഞാൻ തന്നെ അത് ഡയറക്റ്റ് ചെയ്ത് ഞാൻ തന്നെ ജനങ്ങളിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം. എല്ലാവരോടും പ്രത്യേകിച്ച് ഒന്നുകൂടി പറയുകയാണ്, ഈ പടം നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് കാണുക. കണ്ട അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പോൾ അറിയാൻ സാധിക്കും. ആയിക്കോട്ടെ, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ എല്ലാവരും പടം പോയി കാണുമല്ലേ? എല്ലാവരും കാണൂലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.